ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. എവിടെയാണ്? സൂര്യാന്തി പടം കാണാനായിട്ട് തെങ്കാശിയിലുള്ള സുന്ദരി പാണ്ടിപുരത്തോട്ടാണ് ഞങ്ങളുടെ യാത്ര. ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടിട്ട് ഇറങ്ങുന്നതാണ്. എവിടെയാണ് എന്നൊന്നും അറിഞ്ഞൂടാ. ഇത്രയും ലോങ് ആദ്യമായിട്ടാണ് ഞങ്ങൾ പോണത് 2 വീലറിന്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. ബൈ. അപ്പോൾ പോകുന്ന വഴി കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. സുന്ദരപാണ്ഡ്യപുരത്തോട്ടുള്ള യാത്ര ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും ലോങ് പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന സ്ഥലമെല്ലാം ഭയങ്കര ശിവാനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ പ്ലേസിലൊക്കെ പോകാനായിട്ട്, ഒരുപാട് യാത്ര ചെയ്യാനായിട്ട്. എന്നെപ്പോലെ തന്നെ എൻ്റെ മോക്കും ഭയങ്കര ഇഷ്ടമാണ്. അവളൊരു സന്തോഷമാണ് ഞങ്ങളുടെ ഈ ഒരു യാത്രയൊക്കെ കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം നമ്മൾ പോകുന്നത്. കഴിഞ്ഞ തവണ കിളിമാനൂർ പോയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പേ ഇച്ചിരി ലോങ് പോയെന്ന് വെച്ചാൽ കിളിമാനൂരാണ്. നമ്മുടെ വേടം വന്ന സമയത്ത്, വേടം വന്നു എന്ന് പറയാൻ പറ്റൂല, രാത്രിയായപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു വേടം വരാഞ്ഞിട്ട്. അപ്പോൾ അവിടെയാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഇത്രയും ഇതിനെക്കാട്ടി കുറച്ച്, ഇതിപ്പോൾ ഒരു 3.5 മണിക്കൂർ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ശിവാനി കണ്ടില്ലേ, ഭയങ്കര ത്രില്ലിലാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇറങ്ങാനുണ്ടായിരുന്നു. നമ്മൾ പോണ വഴിക്ക് കല്ലട, അവിടെ ഇറങ്ങിയായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെ ഇറങ്ങി. പിന്നെ തെന്മല ഡാം, അങ്ങ് അകത്ത് കയറിയില്ല, പക്ഷേ അവിടെ നിന്നിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയെന്ന് വെച്ചാൽ വളരെ വളരെ രസകരവും ഒരുപാട് എൻജോയും ചെയ്തായിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ വിട്ടുപോയി. കാരണം നല്ല മഴയും ഉണ്ടായിരുന്നു, ഇരുട്ടുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ 2 വീലറിനാണ് പോയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത്. കണ്ടില്ലേ, സൂര്യകാന്തി പൂത്ത് നിൽപ്പുണ്ട്. പക്ഷെ നമ്മൾ ഇൻസ്റ്റയിൽ കണ്ട സൂര്യകാന്തി ഇതല്ല കേട്ടോ. അതെല്ലാം സൂര്യകാന്തി എല്ലാം ഫ്ലവറെല്ലാം കൂമ്പി വിത്തായിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പ്ലേസും ഞങ്ങൾ ഏകദേശം ഒരു 5-6 തോട്ടത്തിലോട്ട് പോയിട്ടുണ്ട്. എല്ലായിടത്തും കയറുന്നതിന് അവർ 20 രൂപ വെച്ച് ചാർജും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിന് ചെറിയൊരു ചാർജ്. അവിടുത്തെ കൃഷിക്കാർ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു ചാർജും കൂടെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൂത്ത് ഇപ്പോൾ ശിവാനിയുടെയൊക്കെ ആ ഒരു പൊക്കത്തിനുള്ളതേ ആയിട്ടുള്ളൂ. എന്നാലും കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് ഫസ്റ്റ് ഞങ്ങൾ പോയി ഇറങ്ങിയത് കേട്ടോ. അവിടെ തന്നെ പയർ കണ്ടില്ലേ, പയറൊക്കെ അവർ മരുന്നൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് ഇതിലേക്ക് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അവർ വളം ഇത് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ വിളവെടുപ്പുന്നുണ്ട്. മുളക്, തക്കാളി ഉണ്ടായിരുന്നു, ഒരുപാട് കൃഷി. പിന്നെ ഞങ്ങൾ ചെറിയ ഉള്ളി, സവാള ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ലൈവ് ഇട്ട സമയത്ത് അതെല്ലാം കാണിച്ചിട്ടുണ്ട്. ലൈവ് ഇട്ടുണ്ട് തന്നെ. ഇതിൽ നമുക്ക് ലോങ് വീഡിയോയിൽ അത് എടുക്കാൻ പറ്റിയിട്ടില്ല. കണ്ടില്ലേ സൂര്യകാന്തി. ഇതാണപ്പോൾ ഒരു സ്ഥലം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കയറിയ സമയത്ത് ഉള്ളിയൊക്കെ അവിടെ നല്ല വിലക്കുറവാണ് കേട്ടോ. അവിടെ കൃഷിയല്ലേ, അപ്പോൾ വില കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മേടിച്ചു ഒരു 4 കിലോ ചെറിയ ഉള്ളി. അപ്പോൾ മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് അടുത്ത ഒരു സ്പോട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇത് വേറൊരു സ്ഥലത്താണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാണ് നമ്മൾ ഇൻസ്റ്റയിൽ കണ്ട സൂര്യകാന്തി. ഇതാണേ, അതെല്ലാം കൂമ്പി വിത്തായി കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ശിവാനിക്ക് കരിക്ക് വേണം, നൊങ്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അതും വാങ്ങി കുടിച്ചിട്ടുണ്ട്. ശിവാനിക്ക് കരിക്ക് ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ അവൾക്കതൊരു വാങ്ങിച്ചു കൊടുത്തു. ഞാൻ നൊങ്ക് മേടിച്ചു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോയി കേട്ടോ. കണ്ടില്ലേ, ഇത്
ഒത്തിരി ഒരുപാടുണ്ടായിരുന്നു. വലിയ ചെടിയായിട്ട് തന്നെ കണ്ടോ, ഞാൻ നടക്കുമ്പോൾ തന്നെ എൻ്റെ തലയോളം പൊക്കത്തിൽ നിൽക്കുന്ന ആ ഒരു ഇത് വേറൊരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഒത്തിരി പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്ന് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് വെച്ചിട്ട്. ശിവാനി മൊത്തത്തിൽ വെയിലല്ലേ, നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് പോയ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ പെട്ടുപോയി. വണ്ടി ഓട്ടിക്കണം, മഴ നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. എന്തായാലും അത് കാണാനും പറ്റി. ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരുപാട് സൂര്യകാന്തി മാത്രമല്ല ഒരുപാട് കൃഷികളുണ്ട്. മറ്റേ ഈ പെല്ലറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കുറേശ്ശെയൊക്കെ നുള്ളി പറിച്ച് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളത് കണ്ട് നടക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പോർഷൻ തന്നെ അവർ പല സെക്ഷനായിട്ട് സൂര്യകാന്തി നട്ടിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഒരുവിധം വിത്തിൻ്റെ ആ പരുവാകുമ്പോഴത്തേക്കും മറ്റത് പൂക്കുന്ന ആ ഒരു സൈസിലോട്ട് എത്തും. അപ്പോൾ വരുന്നവർക്ക് കാണാനും അത് ആസ്വദിക്കാനുള്ള ഒരു സ്പേസ് അതിൽ കിട്ടും. ഇതാണ് ഞങ്ങൾ പറിച്ച് കഴിച്ചതെന്ന് പറഞ്ഞത്. അതൊക്കെ റാഗി അതൊക്കെ ഉണ്ടായിരുന്നു. ശിവാനി നുള്ളിയൊക്കെ കഴിക്കുന്നുണ്ട്. അവൾ ഒന്നാദ്യം പറിച്ചിട്ട് കൊള്ളാം, പിന്നെയും പറിച്ചു. അങ്ങനെ അടുത്ത ഉഴുത് അവർ ഇതാണ് ഞാൻ പറഞ്ഞത് സൂര്യകാന്തി. അടുത്ത് പോണ സമയത്ത് ഏകദേശം ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ 2 ആഴ്ച ആകുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ പൂത്ത് ഇപ്പോൾ മൊട്ടായിട്ടൊക്കെ നിൽപ്പുണ്ട്. ഇത്രയും സ്ഥലത്തോട്ട് അത് അവർ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടിയെ ക്രോസ് ചെയ്ത് ഒരാളങ്ങനെ പാസ് ചെയ്ത് പോയി കേട്ടോ. ആരാണെന്ന് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല. ഞങ്ങളങ്ങനെ വണ്ടി നിർത്തി നോക്കിയപ്പോൾ അവൻ ഒരു മരക്കൊമ്പിലിരിപ്പുണ്ടായിരുന്നു. വേറെ ആരുമല്ല, ഒരു മയിൽ ചേട്ടൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്തിൽ ഞങ്ങൾ മ്യൂസിയത്തൊക്കെ പോകുമ്പോൾ കേജിനകത്തല്ലേ കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് കാണാൻ പറ്റി. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കടയിൽ കയറി ഫുഡ് കഴിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. പക്ഷേ അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രിയാകും. ഓൾമോസ്റ്റ് ഒരു 6 മണിയൊക്കെ ആയായിരുന്നു ആ സമയത്ത് തന്നെ. ഒരു 5:30-6 മണിയൊക്കെ ആയായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങെത്താനായിട്ട് വളരെ താമസിക്കും. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. മഴയൊക്കെ നനഞ്ഞ് അങ്ങനെ ശിവാനിക്ക് റെയിൻ കോട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. ഞാൻ മൊത്തത്തിൽ അങ്ങ് നനഞ്ഞ് ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പോൾ വരുന്ന വഴി ഇരുട്ടായിരുന്നു. നിങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. 2 വീലറിനായിരുന്നു, നല്ല കാറ്റായിരുന്നു. വണ്ടിയെല്ലാം നല്ല രീതിയിൽ ഷേക്കായി. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ പറയാൻ പറ്റൂല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് പോകുന്നതും. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ യാത്ര ഞങ്ങളങ്ങനെ സക്സസ് ആക്കി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ, സീ യു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.